ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ജന്തുജാലങ്ങളാണ്. കുഴിയാന. ആന്റ്ലയൺ ലേസ്വിംഗ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആന്റ്ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണിയാകുന്നത്. രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടർന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഇതാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. നിംഫ് എന്നാണ് പാറ്റയുടെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിന്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നു. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ അവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതികളും ചില പ്രദേശങ്ങളിലുണ്ട്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. വരയൻ കടുവ, വിലാസിനി, ഗരുഡശലഭം, ബുദ്ധമയൂരി, കൃഷ്ണശലഭം, പുള്ളിനീലി മയിൽക്കണ്ണി എന്നിവയെല്ലാം പൂമ്പാറ്റകൾക്ക് ഉദാഹരണങ്ങളാണ്. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി എന്നിവയും ചില ശലഭങ്ങളുടെ പേരുകളാണ്. ഈ ശലഭങ്ങളുടെയൊക്കെ പേരുകളുടെ ആദ്യം വന്നിരിക്കുന്നത് ഒരു ചെടിയുടെ പേരാണ്. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും അല്ലെങ്കിൽ നെക്ടർ പ്ലാന്റ്സും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റ്സും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണനീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ സമയത്ത് കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണമരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ-പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകു മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ-പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകളുണ്ടാക്കുകയും ചെയ്യുന്നു. പ്രാണികളുടെ ശരീരഭാഗങ്ങളാണ് സ്പർശിനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അടുത്തതായി ഉഭയജീവികൾ. തവളകളെ പറ്റി പറയുന്നുണ്ട്. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ തവളകൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. നട്ടെല്ലുള്ളവയാണ്. ഉഭയജീവികൾ എന്നാണ്
വിളിക്കുന്നത്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. സിസിലിയനുകൾ കേരളത്തിലുണ്ടാകുന്ന മറ്റൊരു വിഭാഗം ഉഭയജീവിയാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഉരഗങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ഇവയെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവയാണ്. ഉരഗങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാമ്പ്, പല്ലി, അരണ, ഓന്ത്, ഉടുമ്പ്, മുതല, ആമ എന്നിവ. വിഷപ്പാമ്പുകൾ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന വിഷപ്പാമ്പുകളെ പറ്റി പറയാം. മൂർഖൻ പ്രത്യേകതകളെ വികസിപ്പിക്കാവുന്ന പത്തി, അതിൻ്റെ പിൻഭാഗത്ത് പരസ്പരബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകിയായി വീതിയുള്ള 2 വളയങ്ങളുണ്ടാവും. രാജവെമ്പാല പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഒരു അടയാളമുണ്ട്, തിരിച്ചിട്ടിട്ടുള്ള ഒരു അടയാളം. 5 മീറ്റർ വരെ നീളം. ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. വാലിന് നല്ല കറുപ്പ് നിറമുണ്ടാകും. അടുത്തത് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് പിറകെ തെളിഞ്ഞ വെള്ളവരകൾ, കറുത്തിരുണ്ട നിറമായിരിക്കും. അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണ്. ശരീരത്തിൽ ചങ്ങല പോലുള്ള പുള്ളികളുണ്ട്. കടൽപ്പാമ്പ് അല്ലെങ്കിൽ വലകടിയൻ വാൽ പരന്നതും തുഴയുടെ ആകൃതിയുമാണ് ഉള്ളത്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണും. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. പാമ്പ് കടിയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. സസ്തനികൾ എല്ലാ സസ്തനികൾക്കും ചെവിക്കുടയുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ എന്നിവയും സസ്തനികൾക്ക് ഉദാഹരണങ്ങളാണ്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അന്യം നിൽക്കുന്ന ജീവികൾ ഭൂമിയിൽ മുൻപുണ്ടായിരുന്ന പല ജീവികളും പല കാരണത്താൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസവ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവിവർഗങ്ങളാണ് കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം എന്നീ ജീവികളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇതോടെ 8ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.